Good afternoon. Hello. Good afternoon. Good afternoon. ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും? കഴിച്ചു. എങ്ങനെയുണ്ട് HRM-ന്റെ ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോ ഒരാഴ്ചയല്ലേ? 2 ക്ലാസ് കഴിഞ്ഞു. ഓക്കെ. എങ്ങനെയുണ്ട് HRM-ന്റെ ക്ലാസ്? ഇഷ്ടായോ? ഓക്കെ. മിസ്സിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ കണ്ടിട്ടുണ്ടെന്ന്. ഓക്കെ, ഇങ്ങനെയാ പരിചയം സൂര്യ? വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ആയിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണല്ലേ ഇന്ന്. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. വേറെ 2 മിസ്സുകാരും വന്നിട്ടുണ്ടാവും ക്ലാസ്സിലോട്ട്. മിസ്സിന് 1 hour ഉള്ളൂ. എല്ലാ ചൊവ്വാഴ്ചയും മിസ്സിനെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, 1 hour ആണ് മിസ്സിനുള്ളത്. എന്റെ പേരാണ് മിൽട്രോസ്. എന്റെ പേര് മിൽട്രോസ്. വീട് മൂത്തുകുന്നം, നമ്മുടെ ഓഫീസിന്റെ അടുത്ത് തന്നെയാണ്. മൂത്തുകുന്നം, കൊടുങ്ങല്ലൂര്. കൊടുങ്ങല്ലൂരിൽ നിന്നൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടാലോ നമുക്ക്? ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഓരോരുത്തരായിട്ട് പേര് പറയാം, എവിടെ നിന്നാണ് വന്നത്, അതുപോലെ പഠിച്ചത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്തോ. ഹലോ, എൻ്റെ പേര് ഗായത്രി. ഞാൻ കൊരട്ടിയിൽ നിന്ന് വരുന്നു. ഞാൻ MSW സ്റ്റുഡൻ്റ് ആണ്. പറഞ്ഞോളൂ. ടൈപ്പ് ചെയ്യണ്ട, പറഞ്ഞാൽ മതി. ക്യാമറ ഓൺ ആക്കുകയാണെങ്കിൽ നന്നായിരുന്നു. എല്ലാവർക്കും ഒന്ന് കാണുകയും ചെയ്യാം. ഇപ്പോ ക്ലാസ് എടുക്കുമ്പോൾ മിസ്സുമാരെ മാത്രമേ നിങ്ങൾ കാണുന്നുണ്ടാവുള്ളൂ അല്ലെ. പിന്നെ കോൺവെക്കേഷൻ വരുമ്പോ ആർക്കും ആരെയും പരിചയം ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൺ ആക്കിയിട്ട് പരിചയപ്പെടുകയാണെങ്കിൽ നന്നായിരുന്നു. നിർബന്ധിക്കുന്നില്ല, താല്പര്യമുള്ളവർ ചെയ്താൽ. സ്റ്റാർട്ട് ചെയ്തോളൂ, പറഞ്ഞോളൂ. ഞാൻ മുഹമ്മദ് അലിയാണ്, മലപ്പുറത്ത് നിന്നാണ്. വർക്ക് ചെയ്യുന്നത് ചെന്നൈയിലാണ്. ചെന്നൈയില് എന്ത് ജോബാ? ഇവിടെ ബ്രാഞ്ച് അക്കൗണ്ടന്റ് ആയിട്ട്. മുഹമ്മദ് എന്നാണോ പേരെന്താണ്? കേട്ടില്ല കൃത്യമായിട്ട്. മുഹമ്മദ് സാലി. നെക്സ്റ്റ് ആരാ? എൻ്റെ പേര് റോസ്മേരി. എൻ്റെ വീട് ആലുവ, എറണാകുളം. ഞാൻ ഹോസ്പിറ്റലിൽ അറ്റൻഡറായിട്ട് വർക്ക് ചെയ്യുന്നു. വർക്കിലാണോ? ഇപ്പൊ ലീവാണ്.
നെക്സ്റ്റ്. ഹലോ, പറഞ്ഞോളൂ. എൻ്റെ പേര് ആകർഷ. എൻ്റെ സ്ഥലം മൂവാറ്റുഴ, മറ്റേ എറണാകുളം മൂവാറ്റുഴ. ഞാൻ ബികോം ഫിനാൻസ് കഴിഞ്ഞതാണ്. പിന്നെ 1.5 വർഷം കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലില് സ്റ്റോറിൽ അക്കൗണ്ട്സിലുണ്ടായിരുന്നു. ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ആരാ? ദിശ. ഹലോ, എൻ്റെ പേര് ദിശ. ഞാൻ പെരുമ്പാവൂരാണ്. ഫാഷൻ ഡിസൈനിങ്. കേൾക്കുന്നില്ല, ക്ലിയർ ആവുന്നില്ല. പെരുമ്പാവൂരാണ് സ്ഥലം. ഫാഷൻ ഡിസൈനിങ്ങാണ്. ഫാഷൻ ഡിസൈനർ ആണ്. നെക്സ്റ്റ് അമല. കേൾക്കുന്നില്ല, ക്ലിയർ ആവുന്നില്ലല്ലോ. എൻ്റെ പേര് അമല. എൻ്റെ വീട് കറുകുറ്റി. ഹലോ ഹലോ, ഹലോ, എന്താ പഠിച്ചേ? കേൾക്കുന്നുണ്ടോ? എൻ്റെ കേൾക്കുന്നുണ്ട്, പേര് അമല. ഞാൻ അങ്കമാലി കറുകുറ്റിയിലാണ് വീട്. ഞാൻ എംകോം ഫിനാൻസിൽ കംപ്ലീറ്റ് ചെയ്തത്. നെക്സ്റ്റ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. ആര്യ. എൻ്റെ പേര് ആര്യ സീലാൽ. എൻ്റെ വീട് കോട്ടയത്താണ്. ഞാൻ BA സോഷ്യോളജി കഴിഞ്ഞ് സെക്രട്ടറി പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞിട്ട് നിൽക്കുക. നെക്സ്റ്റ്. ക്ലിയർ ആയില്ലടാ. പാലക്കാട് സ്ഥലം എന്നുള്ളത് കേട്ടു, ബാക്കിയൊന്നും ക്ലിയർ ആയില്ല. ഞാൻ നിത, പാലക്കാടാണ് സ്ഥലം. ഞാൻ BBA സയൻസ് സ്റ്റുഡന്റ് ആണ്. ഹലോ, പറഞ്ഞോളൂ. മഞ്ജു. എൻ്റെ പേര് മഞ്ജു. ഞാൻ കോഴിക്കോടാണ് സ്ഥലം. ഞാൻ ബികോം വരെ പഠിച്ചത്. ഹലോ, ഹലോ, ശ്രുതി. എൻ്റെ പേര് ശ്രുതി. മലപ്പുറമാണ് വീട്. ഞാൻ ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്. ഹലോ, എൻ്റെ പേര് സാറ. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. എൻ്റെ വീട് കോട്ടയത്താണ്. ഞാൻ ബികോം കഴിഞ്ഞിട്ട് ഇപ്പൊ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ആരാ? ഹലോ, പറഞ്ഞോളൂ. ഞാൻ ധന്യ മലപ്പുറത്ത് നിന്നാണ്. PG കഴിഞ്ഞു. ഇപ്പൊ വർക്ക് ചെയ്യണമൊന്നുമില്ല, വീട്ടിലിരിക്കുന്നേ. ഇനി ആരാ? എൻ്റെ പേര് അർച്ചന. ഞാൻ ബികോം കഴിഞ്ഞ് ഇപ്പം അക്കൗണ്ട്സിൻ്റെ ഒരു കോഴ്സ് ചെയ്തിട്ട് നിൽക്കുക. ഹലോ, പറഞ്ഞോളൂ. എൻ്റെ പേര് ഡിന്നി. ഞാൻ കോട്ടയത്തു നിന്നാണ്. ഹലോ, കേൾക്കുന്നുണ്ട്. ഡിന്നി. ഇനി ഞാൻ ഡിന്നി. ഞാൻ AME കഴിഞ്ഞതാ, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ. പിന്നെ BBA ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റും കഴിഞ്ഞ് ഞാൻ വർക്കിംഗ് ആയിരുന്നു. ഇപ്പോൾ വീട്ടിലുണ്ട്. നെക്സ്റ്റ് ആരാ? ഹായ് മാം, എൻ്റെ പേര് അപർണ. കലൂരാണ് വീട്. ബികോം കഴിഞ്ഞിട്ടിരിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ മാം. എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. ഞാൻ ബികോം ഗ്രാജുവേറ്റ് കഴിഞ്ഞു.
നെക്സ്റ്റ് ആരാണ്? രണ്ടുപേരുള്ളോ? ഹലോ മാം, ഞാൻ റീന പാലക്കാട്ട് നിന്നാണ്. ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി. ഹലോ മാം, ഞാൻ സക്കീന പാലക്കാട്ട് നിന്ന് BSc മാത്സ് കഴിഞ്ഞു. നെക്സ്റ്റ് എന്റെ പേര് ഷമി, ഞാൻ എറണാകുളത്തു നിന്നാണ് PG കഴിഞ്ഞത്. ഹലോ. ഹലോ, പറഞ്ഞോളൂ. ഹായ് മാം, എൻ്റെ പേര് സുഷിത. ഞാനിവിടെ അടുത്ത് ചെറായിന്നാണ്. ഞാൻ +2 കഴിഞ്ഞ് ഏവിയേഷൻ കഴിഞ്ഞ് വർക്കിംഗ് ആയിരുന്നു. ഇപ്പൊ വർക്കിംഗ് അല്ല, ഹൗസ് വൈഫാണ്. ഹലോ, അറിയുന്നുണ്ടോ? ജോസ് ക്ലിയർ ആവുന്നില്ല. ഹായ് മാം, എൻ്റെ പേര് അനൂപ്. ഞാൻ വല്ലാർപാടത്ത് വീട്. ഞാൻ BPA കമ്പനിയിൽ വർക്ക് ചെയ്യണം. ആരെങ്കിലുണ്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്? ഹലോ മാം. ഹലോ, ഫാത്തിമ. ഹലോ. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. എൻ്റെ പേര് റിൻഷാന. ഞാൻ പാലക്കാട്ട് നിന്നാണ്. +2 കഴിഞ്ഞു. ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, വീട്ടിലിരിക്കുന്നു. ഹായ് മാം, ഞാൻ കൃഷ്ണപ്രിയ, ട്രിവാൻഡ്രത്തു നിന്നാണ്. BA കഴിഞ്ഞു. ഹലോ, ഹലോ മാം, പറഞ്ഞോളൂ. ഞാൻ റൂബിയ ഷിഹാബ്, ഇടുക്കി ജില്ലയിലാണ്. +2 കഴിഞ്ഞ് ഡിഗ്രി ചെയ്തായിരുന്നു, കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് ക്വാളിഫിക്കേഷൻ +2 ഉള്ളൂ. ഇപ്പൊ ഹൗസ് വൈഫാ. ഹായ് മാം, ഞാൻ ഷെരീഫ നാസർ. സ്ഥലം തിരുവനന്തപുരമാണ്. ഞാനും ഡിഗ്രി കഴിഞ്ഞു. ഹലോ മാം, പറഞ്ഞോളൂ. ഞാൻ ശിവപ്രിയ, തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഡിഗ്രി കഴിഞ്ഞു. ഷെരീഫ വേറെ ഏതെങ്കിലും കോഴ്സ് ചെയ്യുന്നുണ്ടോ നമ്മുടെ അക്കാദമിയിൽ തന്നെ? ഇല്ല. ഇല്ല. ഞാൻ ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഏത് ബാച്ചാണ്? 26 ബാച്ച്. 26. ഓക്കെ. കാലത്തെ ക്ലാസ് കിട്ടിയിട്ടുണ്ടാവില്ലേ? കൂടിയിട്ടുണ്ടായിരുന്നോ? ക്ലാസ്സിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ആരാ? എന്റെ പേര് ലിൻസാന. പറഞ്ഞോളൂ. എന്റെ പേര് ലിൻസാന. ഞാൻ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ് എന്റെ സ്ഥലം. ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഇപ്പൊ ഹൗസ് വൈഫാണ്. ഓക്കെ, പറഞ്ഞോളൂ. ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇനി ആരെങ്കിലും ഉണ്ടോ? ഹലോ, പറയുന്നുണ്ടോ ആരെങ്കിലും? ഹലോ. പറഞ്ഞോളൂ. ഹായ് മാം. ഹലോ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാൻ കാസർഗോഡ് നിന്നാണ്. എൻ്റെ പേര് ശബരിയാണ്. ഞാൻ +2 കഴിഞ്ഞ് ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല.
സ്റ്റാർട്ട് ചെയ്താലോ? ഇനി ആരും ഇല്ലാന്ന് തോന്നുന്നു അല്ലെ? ഓക്കെ. ചെയ്യാൻ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യാട്ടോ. ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മിസ്സുമാരും സ്റ്റാർട്ട് ചെയ്തില്ലേ? ചെയ്തിട്ടുണ്ടാവും അല്ലെ? എടുത്ത് തുടങ്ങി അല്ലെ? ഇപ്പൊ നമ്മുടെ ചാപ്റ്റർ ആണ് ചാപ്റ്റർ 2 റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് എല്ലാവർക്കും കിട്ടിയായിരുന്നോ? കിട്ടിയിട്ടുണ്ടോ ടെക്സ്റ്റ് ബുക്ക്? കിട്ടി? എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, ചാപ്റ്റർ 2 ആണ്. ഇതില് കുറച്ച് പോർഷൻ ഞാൻ എടുക്കും. എനിക്ക് ആഴ്ചയിൽ വീക്ക്ലി 1 hour ഉണ്ട്. മിസ്സുമാരുടെ പോർഷൻ തീരുമ്പോ കുറച്ച് അവര് ഡിവൈഡ് ചെയ്തെടുക്കുന്നതാണ് പോർഷൻസ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 2 റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. ഓക്കെ, എന്തായിരുന്നു റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം റിക്രൂട്ട്മെന്റ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം റിക്രൂട്ട്മെന്റ്? നിങ്ങളൊക്കെ ജോലിയിൽ പ്രവേശിച്ചവരാണ് അല്ലെ? ചിലവരൊക്കെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും ചിലവരൊക്കെ. എന്തായിരിക്കാം റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ? നിയമിക്കുക അല്ലെ? റിക്രൂട്ട് ചെയ്യുക, നിയമിക്കുക. പിന്നെ വേറെ എന്തെങ്കിലും കമന്റ് ഉണ്ടോ? എല്ലാവർക്കും പറയാട്ടോ. മിസ് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റു കുട്ടികൾ എന്ത് വിചാരിക്കും, ഞാൻ പറഞ്ഞത് തെറ്റായിരിക്കോ എന്ന് നിങ്ങളൊരു ഇതൊന്നും വേണ്ട. നമ്മുടെ ക്ലാസ്സിൽ എന്ത് വേണമെങ്കിലും പറയാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമന്റ് ചെയ്യാം കേട്ടോ. പ്രോസസ് ബിഫോർ സെലക്ഷൻ. വെരി ഗുഡ്. അപ്പൊ നമുക്ക് നോക്കാം കൺസെപ്റ്റ് ഓഫ് റിക്രൂട്ട്മെന്റ്. തെരഞ്ഞെടുപ്പാണ്. ഓക്കെ ഓക്കെ, അതിന്റെ കൺസെപ്റ്റ് നോക്കാം. The recruitment can be defined as the process of finding out a prospective candidate for filling actual or projected vacancies in an organization. Underline ചെയ്ത് recruitment നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? It's the process of finding out a prospective candidate for filling actual or projected vacancies in an organization. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു ഓർഗനൈസേഷനില് യഥാർത്ഥ അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒഴിവുകള് നികത്തുന്നതിന് വേണ്ടിയിട്ട് വരാനിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുന്ന ഒരു പ്രക്രിയയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇപ്പോ അക്കൗണ്ടന്റിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സിന്റെയോ ഒഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും പോസ്റ്റിലേക്ക് ഒരു ഒഴിവുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ആളുകളെ നമ്മൾ ഫില്ല് ചെയ്യണം അല്ലെ? ആ വാക്കൻസീസ് ഫില്ല് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മുടെ കമ്പനിയിൽ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നല്ല കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ. വോയിസ് ക്ലിയർ അല്ല? ക്ലിയർ ആവുന്നില്ല വോയിസ്? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഇല്ല. 1 minute കേട്ടോ. ഓക്കെ ഓക്കെ, 1 minute. ഹലോ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ?
ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമുക്ക്. ഇപ്പൊ ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. മിസ്സിന് അറിയാൻ പറ്റില്ല, ചിലപ്പോ വോയിസ് കേൾക്കുന്നില്ല ഇല്ലാത്ത മിസ്സിന് അറിയാൻ പറ്റില്ല, ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാം കേട്ടോ മിസ്സിനോട്. ഓക്കെ, കമന്റ് ഇട്ടാൽ മതി. അപ്പോ എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാല് ടെക്സ്റ്റ് ബുക്ക് ഉള്ളവര് മാർക്ക് ചെയ്ത് വെക്കാം, അല്ലാത്തവരെ ലെക്ചർ നോട്ട് ആയിട്ട് എഴുതിയെടുക്കുക കേട്ടോ. എഴുതി വെക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിസ് പറഞ്ഞു തരം അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പൊ എന്താണ് റിക്രൂട്ട്മെന്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഔട്ട് ദ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ് ഫോർ ഫില്ലിംഗ് ആക്ച്വൽ ഓർ പ്രൊജക്റ്റഡ് വാക്കൻസീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷനിലെ യഥാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒഴിവുകളിലേക്ക് ആ ഒഴിവുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുന്ന ഒരു പ്രക്രിയയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു ഓർഗനൈസേഷനിൽ ഇപ്പോ എന്തെങ്കിലും വാക്കൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെ, അക്കൗണ്ടന്റോ അല്ലെങ്കിൽ ഇപ്പോ എന്താണ് ഓഫീസ് സ്റ്റാഫോ, അങ്ങനെ പല വേക്കൻസീസ് വരാം അല്ലെ. അങ്ങനെ വേക്കൻസീസ് ഉണ്ടാകുമ്പോ ആ പൊസിഷനിലേക്ക് നമ്മൾ ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം, റിക്രൂട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ തെരഞ്ഞെടുക്കണം അല്ലെ. ആ തെരഞ്ഞെടുത്ത് നല്ല രീതിയിലേക്ക് ആളുകളെ തെരഞ്ഞെടുത്ത് ആ വേക്കൻസി ഫില്ലാക്കിയാൽ മാത്രമാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ നല്ല രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്ത് പ്രവർത്തനമായാലും ഇപ്പൊ ഒരു വേക്കൻസി ഫില്ലായിട്ടുണ്ടെങ്കിൽ അത് അവിടെ പാളിച്ചകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്ത് ആ വേക്കൻസി ഫില്ലാക്കിയാൽ മാത്രമാണ് നമ്മുടെ ഓർഗനൈസേഷനിലെ സക്സസ് ഉണ്ടാവാനായിട്ട് പറ്റുള്ളൂ അല്ലെ. എല്ലാവരും കൂടി കോർപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആ വേക്കൻസി ഫില്ലാക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തൊക്കെ വേക്കൻസീസ് ഉണ്ടോ അതിലേക്ക് നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യാം. Recruitment enables the organization to obtain the number and the types of individual required for continuous work. അതുപോലെ തന്നെ നമ്മൾ എത്ര ഇപ്പോ എന്താണ് ഇപ്പോ ഒരു ഓർഗനൈസേഷനിൽ ചിലപ്പോ 1-2 ആളുകളെ അത്യാവശ്യമായിട്ട് വരും അല്ലെ. ഏതൊക്കെ ടൈപ്പിൽ ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിരിക്കും. നമുക്കറിയാം എന്താണ് ഓർഗനൈസേഷനിൽ പല സെക്ഷൻസ് ഉണ്ട് അല്ലെ. ആ സെക്ഷനിലേക്ക് പല ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്, പല സെക്ഷനിലേക്കുള്ള ഇൻഡിവിജ്വൽസിന് ആവശ്യമായിട്ട് വരും. ഡിസ്റ്റർബൻസ് ഉണ്ടോ? ക്ലിയർ ഇല്ല? ഓക്കെ, ഹലോ, ഇപ്പൊ ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഇപ്പൊ നിങ്ങളുടെ എന്തെങ്കിലും നെറ്റിന്റെ വല്ല പ്രോബ്ലം ആയിരിക്കും കേട്ടോ ചിലർക്ക് ഇങ്ങനെ വരുന്നത്.
നെറ്റ് ഇഷ്യൂ ഉണ്ടാവും ചിലപ്പോൾ അതായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ റിക്രൂട്ട്മെന്റ് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് കറക്റ്റ് പൊസിഷനിലേക്ക് എത്ര ആളുകളെയാണ്, എത്ര ടൈപ്പ് ഓഫ് ആളുകളെയാണ്, എത്ര നമ്പേഴ്സ് ഇൻഡിവിജ്വൽസിനെ വേണം, അത്രയും പേര് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് റിക്രൂട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ. സൗണ്ട് ഉണ്ട്. ഓക്കെ, ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ടോ കേൾക്കാനായിട്ട്? ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ ഓർഗനൈസേഷനിലേക്ക് വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. Normally, it is an effort to gain the interest of the candidate, looking for which the management can choose the suitable person for the job. അതുപോലെ തന്നെ ഈ റിക്രൂട്ട്മെന്റിലൂടെ നമ്മൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ വേണം സെലക്ട് ചെയ്യാനായിട്ട്, അല്ലെ? അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോ എന്താ പറയാ, ചില കാര്യങ്ങൾ ഇപ്പോ +2 കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പഠിക്കാൻ ഇഷ്ടം, ചില പേരൻസ് ഒക്കെ നമ്മളോട് പറയാറുണ്ട്, നീ ഡോക്ടർ ആയാൽ മതി, അല്ലെങ്കിൽ നീ നേഴ്സ് ആയാൽ മതി. അപ്പൊ നമുക്ക് എന്താണ്, ചിലപ്പോ നമുക്ക് കമ്പനിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ BCom എടുക്കാനായിട്ടോ അങ്ങനെ ഇപ്പൊ MBA എടുക്കാനായിട്ടായിരിക്കും ഇഷ്ടം, അല്ലെ? ചിലർ ഇങ്ങനെ അടിച്ചേൽപ്പിക്കും അവർക്ക് ഇഷ്ടങ്ങൾ, അല്ലെ? ചില പാരന്റ്സിന് ഇഷ്ടങ്ങൾ, നീ ഡോക്ടർ ആയാൽ മതി, നീ നേഴ്സ് ആയാൽ മതി. അപ്പൊ എന്താണ്, അവർ ആ പ്രൊഫഷനിലേക്ക് അല്ലെങ്കിൽ അവരത് പഠിക്കുമ്പോൾ ചിലപ്പോ എഞ്ചിനീയേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നമ്മള് നീ എഞ്ചിനീയർ ആയാൽ മതി എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ കോഴ്സിൽ കൊണ്ട് ചേർത്തി അവരെ നിറയെ സപ്ലികളായിരിക്കും, അല്ലെ? അതൊക്കെ അവൻ സപ്ലിയൊക്കെ ചെയ്ത് എഴുതിയെടുത്ത് വരുമ്പോഴത്തേക്കും 4 കൊല്ലമൊക്കെ ആവാറുണ്ട്, ഇല്ലേ? നമുക്ക് നമ്മുടെ അനുഭവത്തിൽ, എന്റെ അനുഭവത്തിൽ എന്റെ കസിൻസ് ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. കസിൻസ് ഒക്കെ അങ്ങനെയാണ്, അവരുടെ പാരന്റ്സ് ഒക്കെ ഇങ്ങനെ അടിച്ചേൽപ്പിക്കും, ഇങ്ങനെ ആയാൽ മതി ഇതായാൽ മതി. പക്ഷെ എന്താണ്, അവന്റെ ഇഷ്ടം വേറെ പലതായിരിക്കും. അവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ വിടണം, അല്ലെ? അതുപോലെ തന്നെയാണ് ഈ കാൻഡിഡേറ്റിനും എന്താണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ തെരഞ്ഞെടുക്കാനായിട്ട്, അല്ലെ? ഇപ്പൊ ഓരോരുത്തർക്കും നമ്മള് റിക്രൂട്ട് ചെയ്യുമ്പോൾ കമ്പനിക്ക് എന്താണ് ക്വാളിറ്റി ഉള്ള പേഴ്സൺസിനെ വേണം തെരഞ്ഞെടുക്കാനായിട്ട് ഉള്ളത്, അല്ലെ? നിയമങ്ങളനുസരിച്ച് ഗൈഡ് ലൈൻസ്, ഓരോ പ്രൊസീജിയർ പോളിസീസ് അനുസരിച്ചിട്ട് എന്താണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കില്ലുള്ള നോളജ് ഉള്ള ആളുകളെ വേണം തെരഞ്ഞെടുക്കാൻ. എന്നാൽ മാത്രമാണ് കമ്പനിക്ക് സക്സസ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെയാണ് കാൻഡിഡേറ്റിനും എന്താണ് കാൻഡിഡേറ്റിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള കമ്പനീസ്, അവന് ഇഷ്ടമുള്ള രീതിയിലുള്ള കമ്പനീസ് തെരഞ്ഞെടുക്കാനായിട്ട് അവനും ഒരു അവന്റെ ഇഷ്ടം അനുസരിച്ച് തെരഞ്ഞെടുക്കാനും അവന് റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, the process of recruitment is one of the most significant aspects of operating a business successfully. Quality of the workers determines the performance of an organization, and therefore individual who effectively manage all the functions of the organization are more suitable for it. Okay, നമ്മള് ഒരു ബിസിനസ് വിജയകരമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ബിസിനസ് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത് എങ്ങനെയാണ്, നല്ലൊരു റിക്രൂട്ട്മെന്റിലൂടെയാണ്, അല്ലെ? നല്ലൊരു ആളുകളെ തെരഞ്ഞെടുത്ത് നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കില്ലുള്ള നോളജ് ഉള്ള ആളുകളെ തെരഞ്ഞെടുക്കുമ്പോഴാണ് ഒരു ബിസിനസിന് വിജയം, ഒരു സക്സസ്ഫുൾ ആയിട്ടൊരു ബിസിനസ് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെ? നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല സ്കില്ലുള്ള ക്വാളിറ്റി ഉള്ള ക്യാപ്പബിലിറ്റി ഉള്ള ആളുകളെ വേണം നമ്മൾ തെരഞ്ഞെടുക്കാം. അങ്ങനെ തെരഞ്ഞെടുക്കുമ്പോൾ മാത്രമാണ് ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ. ഒരു നല്ല രീതിയിൽ ആണ് ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ പോകുന്നതെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അതിൽ നിന്ന് ആളുകള് ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസ് എന്ന് പറയുന്നത് നല്ല സ്കില്ലും ക്വാളിറ്റിയും ഉള്ള ആളുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇല്ലേ? നിങ്ങളൊന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി, ഇമാജിൻ ചെയ്ത് നോക്കി, ഒരു നമ്മുടെ സമൂഹത്തിൽ ഒരു നല്ലൊരു ബിസിനസ് ഓർഗനൈസേഷൻ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അവർക്ക് എപ്പോഴും നല്ല രീതിയിലുള്ള പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്ന ആ വർക്കേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എംപ്ലോയീസ് എന്ന് പറയുന്നത് എന്താണ്, നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള ക്യാപ്പബിലിറ്റി ഉള്ള സ്കില്ലുള്ള നോളജ് ഉള്ള, അല്ലെ? എല്ലാം കൂടെ നല്ലൊരു മികച്ച എംപ്ലോയീസ് ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. എന്നിരുന്നാൽ മാത്രമാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷന് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നത്. Even though change can be brought into some
incompetent employees by training and rigorous supervision. Recruiting of capable and passionate people is undoubtedly preferred. By appointing the right person in the right position, a great amount of money, energy, and time can be saved. Therefore, it is necessary for the manager to recruit high-quality employees in order to fulfill the organizational need. അതായത് എന്താണ് ഇപ്പോ ഈ ഇൻകോമ്പീറ്റന്റ് ആയിട്ടുള്ള എംപ്ലോയീസുകളൊക്കെ നമ്മൾ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം അവർക്ക് നല്ല രീതിയിൽ നമ്മൾ പരിശീലനം കൊടുക്കണം അല്ലെ. കോമ്പീറ്റന്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ നമുക്ക് അധികം കുഴപ്പമില്ല, അവരെ സൂപ്പർവൈസ് ചെയ്താൽ മതി അല്ലെ. പക്ഷെ ഇൻകോമ്പീറ്റന്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ പ്രാക്ടീസുകൾ കൊടുക്കാം. അതുപോലെ തന്നെ നല്ല കർശനമായിട്ടുള്ള മേൽനോട്ടങ്ങൾ അല്ലെ, റിക്കോർഡ്സ് കർശനമായിട്ടുള്ള സൂപ്പർവിഷൻ ചെയ്യാവരെ അതിനുള്ള ഗൈഡൻസ് കൊടുക്കുക, സൂപ്പർവൈസ് ചെയ്യുക, അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്നതിലൂടെ അവർക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അവരിൽ അവർക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും. അവരുടേതായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ സക്സസ്ഫുൾ ഉണ്ടാക്കാനായിട്ട് കമ്മ്യൂണിറ്റി സാധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻകോമ്പീറ്റന്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെയും നമ്മൾ കൊണ്ടുവന്ന് തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ പ്രാക്ടീസുകളൊക്കെ കൊടുക്കാറുണ്ട്. അതിലൂടെ അവർക്ക് ചേഞ്ച് സംഭവിക്കും അല്ലെ, അവരുടെ വർക്കിലും കാര്യങ്ങളിലും ചേഞ്ചുകൾ സംഭവിക്കാം. അവർക്ക് അവരുടേതായിട്ടുള്ള മോട്ടിവേഷൻസുകൾ സൂപ്പർവൈസ് ചെയ്യാം, ഗൈഡൻസ് കൊടുക്കാം. അതുപോലെ തന്നെ മോട്ടിവേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നല്ല രീതിയിലേക്ക് വളർത്തി കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അവിടെ പറയുന്നുണ്ട് റൈറ്റ് പൊസിഷനിലേക്ക് റൈറ്റ് എംപ്ലോയീസിനെ നമ്മൾ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, റൈറ്റ് പൊസിഷനിലേക്ക് ഇപ്പോ അക്കൗണ്ടന്റിന്റെ ഒരു വാക്കൻസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ BA പഠിച്ച ഒരാളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാല് അവിടെ നല്ല രീതിയിലേക്ക് അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ? അക്കൗണ്ട് പൊസിഷനിലേക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ലയോ? BA പഠിച്ച ഒരാളെ നമ്മള് അക്കൗണ്ടന്റ് പൊസിഷനിലേക്ക് നമ്മള് എന്താണ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അത് പഠിച്ച ആളെ വേണം നമ്മൾ എടുക്കാൻ അല്ലെ, ആ ഒരു സ്കില്ലുള്ള നോളജ് ഉള്ള ആളെ വേണം നമുക്ക് തിരഞ്ഞെടുക്കാൻ. അതാണ് പറയുന്നത് റൈറ്റ് പൊസിഷനിലേക്ക് അപ്പോയിന്റിംഗ് ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പൊസിഷൻ. അക്കൗണ്ടന്റിന്റെ വാക്കൻസി ഉണ്ടെങ്കിൽ ആ BCom അല്ലെങ്കിൽ MCom പഠിച്ച ഒരാളെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ വേണം നമ്മള് ആ പൊസിഷനിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ എന്താണ്, ആ റൈറ്റ് പൊസിഷനിലേക്ക് നമ്മൾ റൈറ്റ് സ്കില്ലുള്ള നോളജ് ഉള്ള ക്വാളിറ്റി ഉള്ള ആളുകളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നാ പറയുന്നത്? ടൈം സേവ് ചെയ്യാൻ പറ്റും, എനർജി സേവ് ചെയ്യാൻ പറ്റും, മണി സേവ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ BA പഠിച്ച ഒരാളെ നമ്മൾ തിരഞ്ഞെടുത്തു, അങ്ങനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ കൊണ്ട് കമ്പനിക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് 100% ഉറപ്പാണ് അല്ലെ. ആൾക്ക് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് നമുക്ക് ചെലവും കാര്യങ്ങളൊക്കെ വരും. അത് വേണ്ട, എന്ത് ചെയ്യണം, ആ സ്കില്ലുള്ള നോളജ് ഉള്ള അല്ലെങ്കിൽ ആ പ്രോപ്പർ ആയിട്ടുള്ള കാപ്പബിലിറ്റി ഉള്ള ആളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. വേറൊരാളെ നമുക്ക് റിക്രൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ, ഇയാളെ തന്നെ നമുക്ക് റിക്രൂട്ട് ചെയ്ത് നമുക്ക് അതിലേക്ക് സക്സസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ടൈം, അതുപോലെ തന്നെ കോസ്റ്റ്, മണി അല്ലെ, കോസ്റ്റ് ആവില്ല. അതുപോലെ തന്നെ എനർജി, ആ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള എനർജി, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേസ്റ്റ് ആവാനായിട്ട് കഴിയില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ റൈറ്റ് പൊസിഷനിലേക്ക് റൈറ്റ് എംപ്ലോയിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ സേവ് ചെയ്യാനാണ് പറ്റുന്നത്? ടൈം, എനർജി, മണി. Therefore, it is necessary for the manager to recruit quality employees in order to fulfill the organization. ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഗുണനിലവാരമായ ക്വാളിറ്റി ഉള്ള ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് മാനേജർക്ക് അത്യാവശ്യമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള സ്കില്ലുള്ള നോളജ് ഉള്ള ആളുകളെ വേണം മാനേജർ റിക്രൂട്ട് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, അതാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷനിൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന യഥാർത്ഥമായിട്ടുള്ള പൊസിഷനിലേക്ക് ആളുകളെ നമ്മൾ തെരഞ്ഞെടുക്കുന്നതാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, റിക്രൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? റിക്രൂട്ട് ചെയ്യേണ്ടത് റൈറ്റ് പൊസിഷനിലേക്ക് റൈറ്റ് പേഴ്സൺ വേണം തിരഞ്ഞെടുക്കാൻ. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ടൈം
മണി ഇതൊക്കെ വേസ്റ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് റൈറ്റ് പൊസിഷനിലേക്ക് റൈറ്റ് സ്കില്ലുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മണി, എനർജി, കോസ്റ്റ്, അല്ലെ ടൈം ഒക്കെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഓക്കെ. അതുപോലെ തന്നെ ഓർഗനൈസേഷന് നല്ല രീതിയിൽ സക്സസ്ഫുൾ ഉണ്ടാക്കാനായിട്ട് ഈ റിക്രൂട്ട്മെന്റിലൂടെ സാധിക്കുന്നത്. വായിച്ചു കൊടുത്തു. 2 പാരഗ്രാഫും വായിച്ചു. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരുണ്ടോ? ക്ലാസ്സിൽ എല്ലാവർക്കും കിട്ടിയോ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരുണ്ടെങ്കിൽ ഈ സ്ക്രീൻ ഒന്നുകൂടി ഞാൻ ചിലപ്പോൾ ഒന്ന് വലുതാക്കണം നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. ബുദ്ധിമുട്ടുണ്ടോ സ്ക്രീനിൽ നോക്കിയിട്ട് വായിക്കാനായിട്ട്? ടെക്സ്റ്റ് ബുക്ക് ഉള്ളൊരു ബുക്കിൽ നോക്കി വായിക്കാം. ഓക്കെ. സ്ക്രീൻ ഞാൻ വലുതാക്കണോ? കിട്ടിയിട്ടില്ല. ഓക്കെ. ഇങ്ങനെ വായിക്കാൻ പറ്റുന്നുണ്ടോ? വായിച്ചു നോക്കാം കേട്ടോ. ക്ലിയർ ആണോ? 2 പാരഗ്രാഫും. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് ഏതൊരു ടോപ്പിക് പഠിക്കുമ്പോഴും അതിൽ എന്തുണ്ടാവാറുണ്ട്? ഡെഫിനേഷൻ ഉണ്ടല്ലേ? ഓക്കെ. അപ്പോ 3 പേര് പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഡെഫിനേഷൻ നോക്കാം. അക്കോർഡിംഗ് ടു എഡ്വിൻ ബ്ലിക്ക് റിപ്പോർട്ട്, recruitment is the process of searching for prospective employees and stimulating them to apply for job in the organization. Okay. എഡ്വിൻ ബ്ലിക്കിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് റിക്രൂട്ട്മെന്റിനെ പറ്റി എന്താ പറഞ്ഞിരിക്കുന്നത്? It's the process of searching for prospective employees and stimulating them to apply for job in the organization. അതായത് വരാനിരിക്കുന്ന ജീവനക്കാരെ തിരയുന്നതിനും ഓർഗനൈസേഷനിൽ ജോലിക്ക് അപേക്ഷിക്കാൻ അവരെ ഉത്തേജിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്രക്രിയയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ പറയാം, വരാനിരിക്കുന്ന നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വരാനിരിക്കുന്ന ജീവനക്കാരെ തിരയുക, അല്ലെ? അവരെ കണ്ടുപിടിക്കണം, അല്ലെ? തിരഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? തിരഞ്ഞെടുക്കണം. അതാണ് ഇവിടെ പറയുന്നത്. വരാനിരിക്കുന്ന ജീവനക്കാരെ തിരയുന്നതിനും ഓർഗനൈസേഷണൽ ജോലിക്ക് അപേക്ഷിക്കാൻ അവരെ ഉത്തേജിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്രക്രിയയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോ പല ആഡ്സുകളും കണ്ടിട്ടുണ്ടാവും, അല്ലെ? സെയിൽസ് എക്സിക്യൂട്ടീവ് അപേക്ഷ ക്ഷണിക്കുന്നു, ഓഫീസ് ബോയ്, അല്ലെ? അങ്ങനെ എന്താണ്, ഇത്ര സാലറി, ഇത്ര അവേഴ്സ് വർക്ക് ചെയ്യണം. അപ്പൊ എന്താണ്, അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണുമ്പോൾ ഒരു അട്രാക്റ്റീവ് ആയിരിക്കും അതിന്, അല്ലേ? സാലറി കാര്യങ്ങൾ, ഇൻസെന്റീവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ എന്താണ്, അവരെ അതിലേക്ക് നമ്മൾ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? അട്രാക്റ്റീവ് ആക്കുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത്. വരാനിരിക്കുന്ന ജീവനക്കാരെ തിരയുന്നതിനും ഓർഗനൈസേഷനിൽ ജോലിക്ക് അപേക്ഷിക്കാൻ അവരെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നതിനുമുള്ള ഒരു പ്രക്രിയയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് അക്കോർഡിംഗ് ടു ബാർബർ.
Recruitment includes those practice and activities carried out by the organization with the primary purpose of identifying and attracting potential employees. എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? എന്താണ്? സാധ്യതയുള്ള ജീവനക്കാരെ തിരിച്ചറിയുന്നതിനും ആകർഷിക്കുന്നതിനുമുള്ള പ്രാഥമിക ഉദ്ദേശത്തോടെ ഓർഗനൈസേഷൻ നടത്തുന്ന പ്രവർത്തനങ്ങളെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നു. ഓക്കെ, സാധ്യതയുള്ള അല്ലെ, നമുക്ക് ജീവനക്കാരെ നമുക്ക് തിരഞ്ഞെടുക്കണം. അപ്പൊ എന്താണ്, ക്വാളിറ്റി ഉള്ള ജീവനക്കാരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അല്ലെ. അവരെ ആകർഷിക്കുന്നതിനും അവരെ തിരയുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രാഥമിക ഉദ്ദേശത്തോടെ ഓർഗനൈസേഷൻ നടത്തുന്ന പ്രവർത്തനങ്ങളും റിക്രൂട്ട്മെന്റ് എന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്: സാധ്യതയുള്ള ജീവനക്കാരെ തിരിച്ചറിയുന്നതിനും ആകർഷിക്കുന്നതിനുമുള്ള പ്രാഥമിക ഉദ്ദേശത്തോടെ ഓർഗനൈസേഷൻ നടത്തുന്ന പ്രവർത്തനങ്ങളും റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ് എന്താണ്? അക്കോർഡിംഗ് ടു ഡയലോഡർ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നോക്കി, recruitment is a process to discover the source of manpower to meet the requirements of the staffing schedule and to employ effective measures for attracting that manpower in adequate numbers to facilitate selection to an effective working force. എന്താണ് ഡയലോഡറിന്റെ അഭിപ്രായത്തില് റിക്രൂട്ട്മെന്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? എന്താണ്? റിക്രൂട്ട്മെന്റ് എന്നത് സ്റ്റാഫിംഗ് ഷെഡ്യൂളിന്റെ ആവശ്യകതകള് നിറവേറ്റുന്നതിനായിട്ട് മനുഷ്യ വിഭവത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യശക്തിയുടെ സ്രോതസ്സുകള് കണ്ടെത്തുന്നതിനും ഫലപ്രദമായ ഒരു തൊഴിൽ ശക്തിയെ തിരഞ്ഞെടുക്കുന്നതിനും ആവശ്യമായിട്ടുള്ള സംഖ്യയിൽ ആ മനുഷ്യശക്തിയെ ആകർഷിക്കുന്നതിനുമുള്ള പ്രാഥമിക നടപടികൾ പ്രയോഗിക്കുന്നതിനുമുള്ള ഒരു പ്രക്രിയയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ആളുകൾ നമുക്ക് അപേക്ഷ ക്ഷണിക്കും അല്ലെ, ഇത്ര വേക്കൻസി ഉണ്ട്, അതുപോലെ തന്നെ സാലറി കാര്യങ്ങൾ, അതുപോലെ പോസ്റ്റിന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ഓഫീസ് ബോയ് ആണോ, ഓഫീസ് സ്റ്റാഫ് ആണോ, അതുപോലെ തന്നെ എന്താണ് സെയിൽസ് എക്സിക്യൂട്ടീവ് ആണോ അല്ലെ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ആഡുകൾ കാണാറുണ്ട് അല്ലെ. ആഡുകള് അവരെന്ത് ചെയ്യും, പേപ്പറിലോ സോഷ്യൽ മീഡിയാസിലൊക്കെ ഇടും. അത് കണ്ട് നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യണം, തിരഞ്ഞെടുക്കണം അല്ലെ. പല അപ്ലിക്കേഷൻസ് വരും അല്ലെ, പലരും അയക്കാറുണ്ട് അല്ലെ. അതിൽ നിന്ന് ക്വാളിറ്റി ഉള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തിരഞ്ഞെടുക്കുന്നു. അവരെ ആകർഷിക്കുകയും അതിൽ നിന്ന് ഓരോ റൂൾസും റെഗുലേഷൻസും തിരഞ്ഞെടുക്കുമ്പോൾ മാനേജേഴ്സിന്റെ ഇഷ്ടമനുസരിച്ചൊന്നും തിരഞ്ഞെടുക്കാൻ പറ്റില്ല. കമ്പനിയുടെ നിർദ്ദേശങ്ങൾ പ്രകാരം പോളിസീസും പ്രൊസീജിയേഴ്സും ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ടാവും. അതനുസരിച്ചിട്ട് വേണം ഓരോ സ്റ്റാഫിനെയും അല്ലെങ്കിൽ ഓരോ മെമ്പറിനെയും നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി. അതാണ് പറയുന്നത്, എന്താണ് ഇവിടെ പറയുന്നത്, റിക്രൂട്ട്മെന്റ് എന്നത് സ്റ്റാഫിന്റെ ഷെഡ്യൂളിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായിട്ട് മനുഷ്യശക്തിയുടെ സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനും എംപ്ലോയീസിനെ കണ്ടെത്തുന്നതിനും ഫലപ്രദമായ ഒരു തൊഴിൽ ശക്തിയെ തിരഞ്ഞെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംഖ്യയിൽ ആ മനുഷ്യശക്തിയെ ആകർഷിക്കുന്നതിനുള്ള ഫലപ്രദമായിട്ടുള്ള നടപടികൾ പ്രയോഗിക്കുന്നതിനുള്ള ഒരു പ്രക്രിയയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. റെഗുലേഷൻസും അനുസരിച്ച് ആളുകളെ കുറേയധികം ആളുകൾ അപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതിൽ നിന്ന് ക്വാളിറ്റിയുള്ള എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുകയാണ് എന്താണ് റിക്രൂട്ട്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഡയലോഗിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്, ഉണ്ട് അതുപോലെ ഭാവമുണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം. ഡെഫിനേഷൻ തന്നിട്ട് ഇത് ആരുടെ ഡെഫിനേഷൻ ആണ്, ആര് പറഞ്ഞതാണ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. കൃത്യമായിട്ട് ഓരോരുത്തരും പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻസ് കൃത്യമായിട്ട് നോക്കി വെക്കണം. ഓക്കെ, വായിച്ചു നോക്കിയേ, 3 ഡെഫിനേഷൻ വായിച്ചു നോക്കാം.
വായിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, പിന്നെ ഇത്രയും മതി നമുക്ക്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ മീൻസുകൾ പറഞ്ഞാലുണ്ട് മുഴുവനാക്കാൻ പറ്റില്ല, അതുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് എന്താണ് റിക്രൂട്ട്മെന്റ് എന്താണ്, അതിന്റെ കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഡെഫിനിഷൻസ് 3 നമ്മൾ പറഞ്ഞിരുന്നു. എഡ്വിൻ ട്രിപ്പോ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ബാർബറ പറഞ്ഞ ഡെഫിനിഷൻ നോക്കിയിരുന്നു. ഡയറി ഓർഡർ പറഞ്ഞ ഡെഫിനിഷൻ നമ്മൾ നോക്കി ഡിസ്കസ് ചെയ്തു അല്ലെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? 3 ഡെഫിനിഷനും റിക്രൂട്ട്മെന്റിന്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളതും ഓക്കെ ആണോ? ഓക്കെ, ക്ലാസ് എങ്ങനെ എടുത്താൽ മതിയോ? ക്ലാസ് എങ്ങനെ എടുത്താൽ മതിയോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? ഞാൻ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ അടുത്ത ചൊവ്വാഴ്ച നമ്മൾ കാണുള്ളൂ, ട്യൂസ്ഡേ കാണുള്ളൂ. അപ്പൊ ആ ദിവസം മറക്കരുത്. അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് എന്താണെന്ന് ഡെഫിനേഷനും മറക്കരുത്. കൃത്യമായിട്ട് ഇന്ന് തന്നെ വായിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കറിയാം റിക്രൂട്ട്മെന്റ് ചാപ്റ്റർ, റിക്രൂട്ട്മെന്റ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ 10-66 പേജ് ഉണ്ട്. ഇങ്ങനെ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്, നമുക്ക് ഓർമ്മ ഒന്നും കിട്ടില്ല. അപ്പൊ അന്നൊന്നും എടുക്കുന്നത് അന്നൊന്നും തന്നെ വായിച്ചു വെക്കാം. ഓക്കെ, കൃത്യമായിട്ട് വായിച്ചു വെക്കാം. അതുപോലെ മോക്ക് ടെസ്റ്റ് ചെയ്യാം. മോക്ക് ടെസ്റ്റ് ഇന്ന് മിസ് തരുന്നില്ല എന്നൊരു ചെറിയൊരു കൺസെപ്റ്റ്. എന്താണ് കൺസെപ്റ്റ്? അതിന്റെ ഡെഫിനേഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനകത്ത് നിന്ന് 5 ക്വസ്റ്റ്യൻസ് ഇടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതും കൂടി കൂട്ടിയിട്ട് ഇട്ട് തന്നാൽ മതിയോ? മോക്ക് ടെസ്റ്റ് തന്നാൽ മതിയോ? നിങ്ങൾ തന്നെ ചെയ്യണോ മോക്ക് ടെസ്റ്റ്? നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് മതിയില്ലേ? ഓക്കെ, അപ്പൊ ഇന്നത്തെയും കൂടി കൂട്ടിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ഇട്ട് തരാം കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ഇട്ട് തരാം. നിങ്ങൾ ഇപ്പോ 3 ഡെഫിനേഷനും അതിന്റെ കൺസെപ്റ്റ് മാത്രം നമ്മൾ എടുത്തോളൂ. അതിനകത്ത് 5 ക്വസ്റ്റ്യൻസ് ഇടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് തരാം. ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു കേട്ടോ. നെക്സ്റ്റ് ട്യൂസ്ഡേ കാണാം.